നമസ്കാരം. റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോണ്ടിച്ചേരി എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ച ഫ്രഞ്ച് കോളനികളും ഫ്രഞ്ച് നിർമ്മിത കെട്ടിടങ്ങളും കടൽ തീരങ്ങളും ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരിക. ഫ്രഞ്ച് ആധിപത്യം അവസാനിച്ച് നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും പോണ്ടിച്ചേരിയിൽ ഇപ്പോഴും ഫ്രഞ്ച് ഭരണത്തിന്റെ അടയാളങ്ങൾ നമുക്ക് കാണാനാകും. പോണ്ടിച്ചേരി ഇന്നൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. തിരക്കേറിയ ജീവിതത്തിൽ ഒരല്പം ആശ്വാസത്തിനും വാരാന്ത്യങ്ങൾ ആഘോഷിക്കുന്നതിനും വേണ്ടി നിരവധി പേർ കുടുംബത്തോടൊപ്പവും അല്ലാതെയും പോണ്ടിച്ചേരിയിലേക്ക് എത്താറുണ്ട്. പോണ്ടിച്ചേരി പോലൊരു ടൂറിസ്റ്റ് പ്ലേസിൽ ഭക്തിക്ക് എന്തുമാത്രം പ്രസക്തിയുണ്ടെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ എല്ലാ തിരക്കുകൾക്കും ബഹളങ്ങൾക്കും ഒടുവിൽ ഒരു ആത്മപരിശോധന നടത്താൻ ഏറ്റവും പറ്റിയ അന്തരീക്ഷങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾക്കുള്ളത്. അത്തരത്തിൽ പഴയതും പുതിയതുമായ ചില ക്ഷേത്രങ്ങൾ പോണ്ടിച്ചേരിയിലുണ്ട്. പോണ്ടിച്ചേരിയിൽ അത്തരത്തിലുള്ള ഒരു പ്രസിദ്ധമായ വിനായക ക്ഷേത്രമാണ് ശ്രീ മണക്കുള വിനായക ക്ഷേത്രം. മണക്കുള വിനായക ക്ഷേത്രത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയിലെ പുരാതന ക്ഷേത്രമായ മണക്കുള വിനായക ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. ഒരു കാലത്ത് ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനമായിരുന്നു പുതുച്ചേരി എന്ന പോണ്ടിച്ചേരി. പുതിയ ഗ്രാമം എന്നർത്ഥം വരുന്ന പുതുച്ചേരിയാണ് ഫ്രഞ്ച് അധിനിവേശത്തോടെ പോണ്ടിച്ചേരി എന്നായത്. 2006 പഴയ പേരായ പുതുച്ചേരിയിലേക്ക് മടങ്ങിപ്പോകാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും ഇന്നും പോണ്ടിച്ചേരി എന്ന പേരിൽ തന്നെയാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. വടക്കൻ കേരളത്തിലെ മാഹി, തമിഴ്നാട്ടിലെ പുതുച്ചേരി, കാരേക്കാൽ, ആന്ധ്രാപ്രദേശിലെ യാനം എന്നീ പ്രദേശങ്ങളാണ് പുതുച്ചേരിയുടെ ഭാഗങ്ങൾ. ഈ പ്രദേശങ്ങൾ വളരെക്കാലം ഫ്രഞ്ചുകാരുടെ അധീനതയിലായിരുന്നു. പിന്നീട് 1954 ഈ സ്ഥലങ്ങളെല്ലാം ഇന്ത്യയുടെ ഭാഗമായി മാറി. പോണ്ടിച്ചേരി വളരെക്കാലം ഫ്രഞ്ച് കോളനിയായിരുന്നത് കൊണ്ട് തന്നെ ഫ്രഞ്ച് കൊളോണിയൽ കാലത്തെ പല നിർമ്മിതികളും നമുക്കിവിടെ കാണാൻ സാധിക്കും. വീടുകൾ, കെട്ടിടങ്ങൾ എന്നു വേണ്ട ചില സ്ട്രീറ്റുകളിലുമൊക്കെ ഫ്രഞ്ച് വാസ്തുവിദ്യയുടെ സൗന്ദര്യം അതുപോലെ നിലനിൽക്കുന്നുണ്ട്. അരവിന്ദോ ആശ്രമം, ആരോവില്ലി ടൗൺഷിപ്പ്, മാത്രി മന്ദിർ, ബീച്ചുകൾ, മഹാത്മാഗാന്ധി പ്രതിമ എന്നിങ്ങനെ നിരവധി സ്ഥലങ്ങൾ പോണ്ടിച്ചേരിയിലെ ആകർഷണ കേന്ദ്രങ്ങളാണ്. പോണ്ടിച്ചേരിയിലെത്തുന്ന സഞ്ചാരികളായ ഭക്തർക്കും സ്ഥലനിവാസികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ക്ഷേത്രമാണ് മണക്കുള വിനായക ക്ഷേത്രം. വിനായകനെ പൂജിക്കാതെ ഏത് മംഗളകാര്യങ്ങളും തുടങ്ങാറില്ലല്ലോ. അതുപോലെ ഇവിടെയുള്ളവർക്ക് ഏത് കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുൻപും ഏത് സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപും ഈ ക്ഷേത്രത്തിലെത്തി വിനായകനെ പ്രാർത്ഥിക്കുക എന്നത് ഒരു പതിവ് കാര്യമാണ്. 1666 ഫ്രഞ്ച് അധിനിവേശത്തിന് മുൻപേ തന്നെ ഇവിടെ വിനായകന് പ്രതിഷ്ഠയുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ ഭഗവാന്റെ പേര് ഭുവനേശ ഗണപതി എന്നായിരുന്നു. ഭഗവാന്റെ 16 രൂപങ്ങളിൽ ഒന്നാണ് ഭുവനേശ ഗണപതി. പിന്നീട് കാലക്രമേണയാണ് മണക്കുള വിനായകർ എന്ന പേര് വന്നത്. അതിന് കാരണം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി മണൽ കൊണ്ട് മൂടിയ ഒരു കുളം ഉണ്ടായിരുന്നു അത്രേ. മണൽ കൊണ്ട് മൂടിയ കുളമായതിനാൽ മണൽക്കുളം എന്നും മണൽക്കുളത്തിന് സമീപമുള്ള വിനായകനെ മണൽക്കുള വിനായകൻ എന്നും അറിയപ്പെടാൻ തുടങ്ങി. കാലക്രമേണ മണൽക്കുള വിനായകൻ എന്ന പേര് ചുരുങ്ങി മണക്കുള വിനായകൻ എന്ന് മാറി. ഈ ക്ഷേത്രം ബംഗാൾ ഉൾക്കടലിൽ നിന്നും 400 മീറ്റർ മാത്രം അകലെയായാണ് സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈയിൽ നിന്നും 165 കിലോമീറ്റർ ദൂരെയായും കടലൂരിൽ നിന്നും 23 കിലോമീറ്ററും വില്ലുപുരത്ത് നിന്നും 35 കിലോമീറ്ററും ദൂരമുണ്ട് ഇവിടേക്ക് എത്താൻ. 7913 ചതുരശ്ര അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ രാജഗോപുരം, മഹാമണ്ഡപം, മണ്ഡപം, ഗർഭഗൃഹം, ചെറിയ പ്രദക്ഷിണ വഴികൾ, കല്യാണ മണ്ഡപം, ദേവീ ദേവന്മാരുടെ സന്നിധികൾ എന്നിവയുണ്ട്. ഗർഭഗൃഹത്തിന് മുകളിലായുള്ള വിമാനം സ്വർണ്ണ പാളികളാൽ നിർമ്മിച്ചവയാണ്. പ്രധാന പ്രതിഷ്ഠയായ മണക്കുള വിനായകർ ഗർഭഗൃഹത്തിൽ കിഴക്ക് ദർശനമായാണ് കുടികൊള്ളുന്നത്. 4 കൈകളോടെ ദർശനം നൽകുന്ന വിനായകന്റെ മുകളിലത്തെ 2 കൈകളിൽ പാശം, അങ്കുശം എന്നിവയും താഴത്തെ 2 കൈകളിൽ അഭയവരദ മുദ്രകളും ഉണ്ടാകും.
ക്ഷേത്രത്തിനകത്തേക്ക് ക്യാമറയ്ക്ക് പ്രവേശനമില്ലാത്തതിനാൽ ക്ഷേത്രത്തിനകത്തുള്ള കാഴ്ചകൾ കാണിക്കാൻ സാധിക്കില്ല. ക്ഷേത്ര ചുവരുകളിൽ മുകൾ വശത്തായി വിനായകന്റെ പല രീതിയിലുള്ള പ്രതിമകൾ കാണാം. കൈക്കുഞ്ഞായിരിക്കുന്ന വിനായകൻ, സിദ്ധിയും ബുദ്ധിയുമായുള്ള ഭഗവാന്റെ വിവാഹം എന്നിങ്ങനെ ഭഗവാന്റെ വിവിധ രൂപഭാവങ്ങൾ മാത്രമല്ല മറ്റു ദേവീ ദേവന്മാരുടെ പ്രതിമകളും ക്ഷേത്ര ചുവരുകളിൽ കാണാം. മനോഹരമായ വർണ്ണങ്ങളും സ്വർണ്ണപ്രഭയോടും കൂടി ക്ഷേത്രത്തിനകം നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. ശ്രീകോവിലിന്റെ വടക്കുവശത്തായി ചണ്ഡികേശ്വരർ സന്നിധിയുണ്ട്. ബാലവിനായക സന്നിധി, ബാലസുബ്രഹ്മണ്യ സന്നിധി എന്നിവയും ക്ഷേത്രത്തിലുണ്ട്. കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് ഉത്സവവേളകളിൽ ഉത്സവമൂർത്തിക്ക് ഹോമവും മറ്റു പൂജകളും പവിത്രോത്സവവും ബ്രഹ്മോത്സവവും മറ്റും നടക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിലെ മറ്റു പ്രധാന ആകർഷണങ്ങളാണ് 18 അടി ഉയരത്തിലുള്ള സ്വർണ്ണ കൊടിമരവും തങ്കരഥവും. പൂർണ്ണമായും തേക്കിന്റെ തടിയും സ്വർണ്ണ തകിടുകളും കൊണ്ട് നിർമ്മിച്ച ഈ സ്വർണ്ണരഥം ക്ഷേത്രത്തിലെ ഭക്തർ നൽകുന്ന സംഭാവനകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. വർഷത്തിൽ ഒരു പ്രാവശ്യം വിജയദശമി ദിനത്തിൽ ക്ഷേത്രത്തിലെ തങ്കരഥം ക്ഷേത്രവീഥികളിൽ എഴുന്നള്ളിക്കും. മറ്റു ദിവസങ്ങളിൽ ഒരു നിശ്ചിത ഫീസ് നൽകിയാൽ ക്ഷേത്രത്തിനകത്ത് വെച്ച് തന്നെ ഈ രഥം വലിക്കാനുള്ള അനുമതി ലഭിക്കും. ഭക്തർ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നതിനായി ഈ തങ്കരഥം വലിക്കാറുണ്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 2 കഥകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഫ്രഞ്ച് ഭരണാധികാരികൾക്കുണ്ടായ വിശ്വാസത്തെക്കുറിച്ചാണ്. പോണ്ടിച്ചേരിയിൽ ഫ്രഞ്ച് ഭരണം നിലനിന്നിരുന്ന സമയം 1688 ഭരണാധികാരികൾ ക്ഷേത്രത്തിനടുത്തായി ഒരു കോട്ട നിർമ്മിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവിടെ പ്രതിഷ്ഠിച്ചിരുന്ന ഗണപതിയുടെ വിഗ്രഹം അവർക്കൊരു തടസ്സമായി തോന്നി. അതിനെ തുടർന്ന് അവർ ആ വിഗ്രഹം എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, വിഗ്രഹം വീണ്ടും പഴയ സ്ഥാനത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ടു. പല പ്രാവശ്യം കടലിലേക്ക് ഇറങ്ങിയിട്ടും വീണ്ടും പഴയ സ്ഥാനത്ത് തന്നെ വന്നു ചേർന്ന വിനായകന്റെ വിഗ്രഹം കണ്ട് ഫ്രഞ്ച് ജനത അത്ഭുതപ്പെട്ടു. അസാധാരണമായ ഏതോ ഒരു ശക്തി ഈ വിഗ്രഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കിയ ഫ്രഞ്ച് സമൂഹം ഗണപതിയുടെ തീവ്ര ഭക്തരാവുകയും ഭഗവാന് അവിടെ തന്നെ ക്ഷേത്രം പണിയുകയും ചെയ്തു. ഫ്രഞ്ച് ജനത പണി കഴിപ്പിച്ച ക്ഷേത്രമായതിനാൽ ഭഗവാൻ ഇവിടെ വെള്ളക്കാര പിള്ളയാർ എന്നൊരു പേര് കൂടിയുണ്ട്. ഗണപതിയെ സ്നേഹത്തോടെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പിള്ളയാർ. മറ്റൊരു കഥ, ഏകദേശം 300 വർഷം മുൻപ് ഒരു തേജസ്വിയായ യോഗി വര്യൻ ഇവിടെ വന്നിരുന്നുവെന്നും ഇവിടെ വെച്ച് ജ്ഞാനോദയം ഉണ്ടാകുകയും പിന്നീട് മോക്ഷം പ്രാപിക്കുകയും ചെയ്തു എന്നതാണ്. അതിനാൽ ധാരാളം പേർ കൊച്ചുകുഞ്ഞുങ്ങളെ ആദ്യമായി ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് മറ്റു ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ക്ഷേത്രത്തിൽ മുൻപുണ്ടായിരുന്ന ലക്ഷ്മി എന്ന ആനയാണിത്. ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ആകർഷണമായിരുന്നു ഈ ആന. എല്ലാവർക്കും തുമ്പിക്കൈ കൊണ്ട് അനുഗ്രഹം നൽകുന്ന ലക്ഷ്മി എല്ലാവരുടെയും പ്രിയപ്പെട്ട ആനയായിരുന്നു. 2022 നവംബർ മാസത്തിൽ രാവിലെയുള്ള നടത്തത്തിനിടയിൽ ഹൃദയ സംബന്ധമായ കാരണത്താൽ ലക്ഷ്മി ആന ചരിഞ്ഞു. എല്ലാവർക്കും പ്രിയപ്പെട്ട ലക്ഷ്മിയുടെ വിയോഗം വളരെ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു. വിനായക ചതുർത്ഥി, സങ്കടഹര ചതുർത്ഥി എന്നിവയെല്ലാം ഇവിടുത്തെ പ്രധാന വിശേഷങ്ങളാണ്. വിനായക ക്ഷേത്രത്തിൽ പള്ളിയറ ഉള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇവിടെ ഭഗവാനോടൊപ്പം പള്ളിയറയിൽ ഭഗവാന്റെ മാതാവായ പാർവതി ദേവിയാണ് ഉള്ളത്. നർത്തന വിനായകനാണ് ഇവിടുത്തെ ഉത്സവമൂർത്തി. ക്ഷേത്രം രാവിലെ 5:45 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകുന്നേരം 4 മണി മുതൽ 9:30 വരെയുമാണ് തുറന്നിരിക്കുന്നത്. അവധി ദിവസങ്ങളിലും ഉത്സവ ദിനങ്ങളിലും ദർശന സമയത്തിൽ മാറ്റമുണ്ടാകും. പോണ്ടിച്ചേരിയിലെത്തുന്ന സഞ്ചാരികൾക്കും ഭക്തർക്കും ഒരുപോലെ പ്രിയപ്പെട്ട മൂർത്തിയാണ് മണക്കുള വിനായകൻ. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും മണക്കുള വിനായകനെ ദർശിക്കാനാകും. എന്നാൽ ക്ഷേത്രാചാരങ്ങളും വിശ്വാസങ്ങളും പാലിക്കപ്പെടണമെന്ന് മാത്രം. കളങ്കമില്ലാത്ത ഭക്തിയിൽ പ്രസാദിക്കുന്ന ക്ഷിപ്രപ്രസാദിയായ മണക്കുള വിനായകനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പോണ്ടിച്ചേരിയിലെത്താൻ ഒരു അവസരം ഉണ്ടായാൽ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു ക്ഷേത്രം കൂടിയാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.